കാട്ടി നന്നായിട്ട് പറയുന്നത് പ്രേക്ഷകരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. സോ ചോദിക്കും. അതന്നെ ആ കുരുക്ക് പേര് അതുപോലെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ഒരു അവരുടെ ഇടയിലിരുന്ന് കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര വേറൊരു എക്സ്പീരിയൻസാണ്. അവരെയൊക്കെ സീനൊക്കെ വരുമ്പോൾ അവർ കൈയടിയും ബഹളവും അതൊക്കെ നല്ല ക്രൈം കേസായിട്ടാണ് കാണുന്നത്. നല്ല മൂവിയാണ്, നല്ലൊരു ക്രൈം ത്രില്ലറാണ്. എല്ലാവരും ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ള മൂവിയാണ്, ഉറപ്പായും കാണണം. ഞാൻ എൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു പാട്ട് ഞാനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ സിനിമ ഫുൾ ത്രൂ ഔട്ട് കണ്ടേക്കുന്ന ഒരാൾ ഞാനാണ് സ്കോർ ചെയ്ത ടൈമിൽ. സോ എന്നെക്കാട്ടി നന്നായിട്ട് പറയുന്നത് പ്രേക്ഷകരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. സോ ചോദിക്കും. അപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ നമ്മളുടെ കണ്ടുവരുന്ന ഒരു ഇതുണ്ട്, ആർട്ടിസ്റ്റ് ബേസ് വാല്യൂ ഉള്ള പടങ്ങൾക്ക് മാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുണ്ട്. സ്ക്രിപ്റ്റ് ബേസ് ആരും നോക്കത്തില്ല, പക്ഷേ ഇത് സ്ക്രിപ്റ്റ് അടിപൊളി സ്ക്രിപ്റ്റാണ്, നല്ലൊരു ത്രില്ലറാണ്. അപ്പോൾ എല്ലാവരും അപ്കമിങ് ആർട്ടിസ്റ്റിനെ ഫിലിം മേക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. എല്ലാവരും ഉറപ്പായും തിയേറ്ററിൽ വന്ന് പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. ബ്രോ ശരിക്കും ഒരുപാട് സന്തോഷം. ഇത് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു പടത്തിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന്. ശരിക്കും ഒരു പടത്തിൻ്റെ പേര് പോലെ തന്നെ കുരുക്കാണ്, മൊത്തത്തിൽ കുരുക്കാണ്. ഫസ്റ്റ് ഹാഫ് വരെ നമ്മളിങ്ങനെ വിചാരിക്കുന്നത് ഏതാണ് സംഭവം എന്ന് ആദ്യമൊന്നും പിടികിട്ടില്ല. പക്ഷേ ക്ലൈമാക്സ് എത്തുമ്പോൾ വളരെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് എടുത്തൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ലൊരു പടമാണ്, ഒരിക്കലും ഡൗൺ ആയിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. നല്ലൊരു സിനിമയാണ്. ആക്ച്വലി ഞാൻ സീരിയൽസ് ആയിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഫസ്റ്റ് ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. പിന്നെ എല്ലാവരുടെയും കൂടെ വന്നിരുന്ന് കാണാൻ കഴിയുന്നു, ക്രൂവിൻ്റെ കൂടെ. പിന്നെ അല്ലാതെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോ ആയിട്ട് അങ്ങനെ ആ മൂവി കണ്ടുകൊണ്ടേ ഇരിക്കാൻ നമുക്കങ്ങനെ തോന്നും. പെട്ടെന്ന് സമയം പോകുന്നത് അറിയില്ല. അതിൻ്റെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകും. പക്ഷേ ട്വിസ്റ്റുകളോടുകൂടി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു ട്വിസ്റ്റ്, നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് തന്ന ലാസ്റ്റിൽ വലിയൊരു ട്വിസ്റ്റിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ക്ലൈമാക്സ് പറഞ്ഞല്ലോ, ഒരിക്കലും റെപ്പറ്റീഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തൊരു മൂവിയാണ്. ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു കുരുക്ക് എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ ഒരു പടത്തിൽ കുരുക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ ഭാഗമായിട്ടുണ്ട്. ഞാനിപ്പോഴാണ് പൂർണ്ണമായിട്ട് സിനിമ കാണുന്നത്. വളരെ നന്നായിട്ടുണ്ട്. അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ അതിലെ ട്വിസ്റ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത ആൾക്കാരിലോട്ടും കാണണം എന്ന് പറയണം. കാരണം നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാർ നിങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരാനുള്ളത്. എന്തായാലും പടം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ല മൂവിയാണ്, എനിക്കിഷ്ടമായി. ത്രില്ലറാണ്, സസ്പെൻസ് ത്രില്ലറാണ്. കുരുക്ക് പേര് പോലെ തന്നെ അതുപോലത്തെ ഒരു മൂവിയാണ്. അതന്നെ ആ കുരുക്ക് പേര് അതുപോലെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ഒരു സീറ്റ് എഡ്ജ് എന്ന് പറയില്ല, അതുപോലത്തെ ത്രില്ലറാണ്. എല്ലാം നന്നായിരുന്നു. അവരുടെ ആദ്യത്തെ സംരംഭമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഫിലിമിൻ്റെ അതിൻ്റേതായ പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ അല്ലാതെ എല്ലാം മൊത്തം അഭിനേതാക്കൾ കൂടെ ഇരുന്ന് കാണാമായിരുന്നു, തിയേറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് കാണുമ്പോൾ ഒരു വേറൊരു എക്സ്പീരിയൻസാണ്. അവരുടെയൊക്കെ സീന് വരുമ്പോൾ അവരുടെ കൈയടിയും അതൊക്കെ. പിന്നെ ആദ്യമായിട്ട് എടുക്കുന്ന ഒരാൾ വളരെ ഭംഗിയായിട്ട് എടുത്തിട്ട് വേണമെന്ന് പറയാം. സസ്പെൻസൊക്കെ ഉണ്ട്, നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റും എൻഡിങ്ങും ഒക്കെയാണ്. കുഴപ്പമില്ല എന്ന് പറയാം. എടുത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അവരുടെ ഒരു പരീക്ഷണമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാതെ എടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ ഒരു പുതിയ ചെറിയ പയ്യനാണോ സംവിധായകൻ. അപ്പോൾ ആദ്യ സിനിമയല്ലേ, അപ്പം പിന്നെ ഒരാളുടെ ആദ്യ സിനിമയാണെങ്കിൽ അത് ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ താരങ്ങളൊക്കെ ഒരുപാട് പുതിയ താരങ്ങളുണ്ട്, അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഇടയിലിരുന്ന് കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര വേറൊരു എക്സ്പീരിയൻസാണ്. അവരെയൊക്കെ സീനൊക്കെ വരുമ്പോൾ അവർ കൈയടിയും ബഹളവും അതൊക്കെ. ഇപ്പം അവരെല്ലാം നമ്മൾ തൊട്ട് സൈഡിൽ നിന്ന് കാണുമ്പോൾ വേറൊരു